ഇത് ഓറൻ ക്യാപിറ്റൽ ഫൗണ്ടർ ജിതിൻ പർമർ. സൈക്ലിക്കൽ ഇൻവെസ്റ്റിംഗിൽ അറിയപ്പെടുന്ന ഒരു എക്സ്പേർട്ട് ആണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സൈക്ലിക്കൽ സ്റ്റോക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻട്രി അതുപോലെ എക്സിറ്റ് ടൈമിംഗ് ആണെന്നാണ്. ഇതുപോലെ ഒരു സൈക്ലിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്. ഒരു വർഷം കമ്പനി പ്രോഫിറ്റ് റെക്കോർഡ് കാണിക്കും, തൊട്ട് അടുത്ത വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം കമ്പനി ഇവിടെ നഷ്ടത്തിലേക്ക് പോകും. അതുപോലെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഫാക്ടർ ഉണ്ട്. ഇപ്പം ബ്രസീലിൽ ഒരു വരൾച്ച ഉണ്ടായാൽ ഇന്ത്യൻ ഷുഗർ സ്റ്റോക്സ് ഇവിടെ കുതിക്കും. അപ്പൊ ഇതാണ് ഷുഗർ ഇൻഡസ്ട്രി. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷുഗർ സ്റ്റോക്സിന്റെ സപ്ലൈ ചെയിനും ടെക്നിക്കൽ ചാർട്ടും ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് സൈക്കിൾ പീക്ക് എത്തുന്നത്, അതിൽ എപ്പോഴാണ് ബോട്ടം എത്തുന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആവും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷുഗർ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഷുഗർ നമുക്ക് ലഭിക്കുന്നത് ഷുഗർ കെയിൻ എന്നാണ്. അപ്പൊ ഈ ഒരു ഷുഗർ കെയിന് ഫാമുകളിലാണ് കൃഷി ചെയ്യുന്നത്. പിന്നീട് ഇത് മില്ലിൽ ക്രഷ് ചെയ്തിട്ടാണ് ഷുഗർ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം എന്നല്ലേ ആലോചിക്കുന്നത്. പക്ഷെ അത്ര സിമ്പിൾ അല്ല ഇവിടുത്തെ കാര്യം വരുന്നത്. കാരണം ഈ ഒരു മൊത്തം പ്രോസസ്സിൽ 3 കാര്യങ്ങൾ ഒന്നിച്ച് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ ഷുഗർ ഉണ്ടാക്കും. ഇത് നമ്മൾ ഡയറക്ട്ലി വീടുകളിലും FMCG അതുപോലെ ബെവറേജസിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഒരു ഷുഗർ കെയിന് നമുക്ക് ഏകദേശം 10 മുതൽ 12% ഷുഗർ നമുക്കോട് ലഭിക്കും. ഇനി രണ്ടാമത്തെ മൊളാസസ് ആണ്. ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എത്തനോള് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതെ, പെട്രോളിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന സെയിം എത്തനോൾ. ഇനി മൂന്നാമത്തെ ബഗാസ് ആണ്. അപ്പൊ ഇത് ബാക്കി വരുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് മില്ലുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു ഒറ്റ ഷുഗർ കെയിൻ തന്നെ നമുക്ക് 3 റവന്യൂ സ്ട്രീം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ മാറുന്നത് തന്നെ. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിൽ എവിടെയാണ് ഷുഗർ പ്രൊഡക്ഷൻ സംഭവിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ രാജ്യത്തില് എല്ലായിടത്തും ഒരേപോലെയല്ല ഷുഗർ വരുന്നത്. ചില സ്റ്റേറ്റ്സിൽ ഷുഗർ പ്രൊഡക്ഷനിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ഷുഗർ പ്രൊഡക്ഷന്റെ ഓൾമോസ്റ്റ് 44% വരുന്നത്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും അധികം ഷുഗർ മില്ലുകളും ഉള്ളത്. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 120-ലധികം ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്ന മഹാരാഷ്ട്രയാണ് 24% ഷെയറോടെ. അത് കഴിഞ്ഞ് കർണാടക 12% ഷെയറോടെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്സ് ഒന്നിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ പ്രൊഡക്ഷന്റെ ഏകദേശം 80% ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വെള്ളം കിട്ടാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം ഒരുപാട് പുഴകളും ഇറിഗേഷൻ സപ്പോർട്ട് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. UP അതുപോലെ മഹാരാഷ്ട്ര തമ്മിലൊരു ഫണ്ടമെന്റൽ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. UPയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക മില്ലുകളും പ്രൈവറ്റ് സെക്ടറിലാണ് ഉള്ളത്. അപ്പൊ വലിയ ഇൻഡസ്ട്രി ഗ്രൂപ്പ്സ് ആണ് ഇത് ഓൺ ചെയ്യുന്നത്. അതായത് ഏകദേശം 79% മില്ലുകളും പ്രൈവറ്റ് സെക്ടറിലാണ് ഉള്ളത്. എന്നാൽ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പറേറ്റീവ് മിൽസ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കർഷകരാണ് ഇവിടെ ഓൺ ചെയ്യുന്നത്. ഇനിയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത്, പൊളിറ്റിക്സ് ആൻഡ് ഷുഗർ ഇൻഡസ്ട്രി. അപ്പൊ നിങ്ങളിപ്പം മിക്കപ്പോഴും കേട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കലി സെൻസിറ്റീവ് ഇൻഡസ്ട്രിയിൽ ഒന്നാണ് ഷുഗർ ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പൊ ഇതിന് കാരണം എന്താണ്? ഇന്ത്യയിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 കോടിയിലധികം ഷുഗർ കെയിൻ ഫാമേഴ്സ് ഉണ്ട്. ഇനിയിപ്പം അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരും കൂടി നമ്മൾ ഇതിൽ കൂട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അവരുടെ ഫാമിലി, കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്ന ആളുകൾ, ഇതെല്ലാം കൂടി വന്നാൽ ഈ ഒരു നമ്പർ ഇനി ഇവിടെ വലുതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കർഷകരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. ഇനിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്, ദ ഷുഗർ സൈക്കിൾ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ സ്റ്റോക്സിലെ പ്രൈസ് മൂവ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ ഷുഗർ സൈക്കിളും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഷുഗർ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്. അപ്പൊ വില ഇവിടെ കൂടുതലാണെങ്കിൽ കർഷകർ ഇവിടെ കൂടുതൽ ഷുഗർ കെയിൻ ഇവിടെ നടും. മില്ലുകൾ കൂടുതൽ ഷുഗർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാകുമ്പോൾ സപ്ലൈ ഇവിടെ കൂടും. സപ്ലൈ കൂടി കഴിഞ്ഞാൽ വില ഇവിടെ ഇടിയും. അപ്പൊ വില ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകർ ഇവിടെ കുറവ് ഷുഗർ കെയിൻ ആവും നടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ സപ്ലൈ കുറയും. സപ്ലൈ കുറഞ്ഞ ഇവിടെ വില കൂടും വീണ്ടും. അപ്പൊ ഈ ഒരു സൈക്കിള് 3 മുതൽ 5 വർഷം വരെ ഇവിടെ നിൽക്കും. ഇനി നമുക്ക് മിൽ ഓണേഴ്സിന്റെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ മൊത്തം കളി വരുന്ന 2 കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഷുഗർ കെയിന്റെ പ്രൈസ്, അതുപോലെ തന്നെ ഷുഗറിന്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഷുഗർ കെയിന്റെ പ്രൈസ് ഫിക്സ്ഡ് ആണ്. FRP അതായത് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെ തീരുമാനിക്കുന്നത്. അതുപോലെ SAP അതായത് സ്റ്റേറ്റ് അഡ്വൈസ് പ്രൈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് മിക്കപ്പോഴും FRP-നേക്കാളും കൂടുതലായിരിക്കും. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഷുഗറിന്റെ വില ഇവിടെ ഫിക്സ്ഡ് അല്ല. ഇത് ഡിമാൻഡ്, എക്സ്പോർട്ട് അതിൽ ഗവൺമെന്റ് പോളിസി എല്ലാം ആശ്രയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് പ്രശ്നം വരുന്നത്. കോസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ആണ്, എന്നാൽ റവന്യൂ ഇവിടെ മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഗെയിം ചേഞ്ചറിലേക്ക് നമുക്ക് വരാം, എത്തനോൾ. അപ്പൊ എത്തനോൾ ഷുഗർ മില്ലുകളുടെ ഒരു സെക്കൻഡ് റവന്യൂ സ്ട്രീം ആണ്. ഇത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്, അതുപോലെ പ്രഡിക്റ്റബിളും ആണ്. ഒരു ഗവൺമെന്റ് എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം ഉണ്ട്. പെട്രോൾ ആയിട്ട് എത്തനോൾ മിക്സ് ചെയ്യുന്ന 5% മുതൽ 10% വരെ. അപ്പൊ ഇത് 2025-26 ആവുമ്പോഴേക്കും 20% ബ്ലെൻഡിംഗ് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്തനോൾ ഷുഗർ മില്ലുകളിൽ നിന്നാണ് വരുന്നത്, മൊളാസസിൽ നിന്ന്. അതുപോലെ ചില കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ട്ലി ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്നും വരുന്നുണ്ട്.
അപ്പൊ ഇവിടെ മില്ലുകൾക്ക് എന്താ ഇവിടെ മെച്ചം കിട്ടുന്നത്? അപ്പൊ ആദ്യത്തെ കാര്യം വരുന്നു, ഒരു ഗ്യാരണ്ടീഡ് ബയറിനെ അവർക്ക് ലഭിക്കും. അതായത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഒരു ഫിക്സഡ് പ്രൈസിൽ എത്തനോൾ വാങ്ങും. ഇനി രണ്ടാമത്തെ കാര്യം വന്ന് പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. അതായത് എത്തനോളിന്റെ പ്രൈസ് റിലേറ്റീവ്ലി പ്രഡിക്റ്റബിൾ ആണ്. ഇനി മൂന്നാമത്തെ കാര്യം ഇവിടെ വരുന്നത് നാച്ചുറൽ ഹെഡ്ജ് ആണ്. അതായത് ഷുഗർ പ്രൈസ് ഇടിയുമ്പോൾ മില്ലുകൾ എത്തനോളിലേക്ക് ഡൈവേർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഷുഗർ സപ്ലൈ കുറയ്ക്കും, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പൊ ഇത് കാരണം ഇപ്പൊ മാർക്കറ്റിൽ എത്തനോൾ കപ്പാസിറ്റി ഉള്ള മില്ലുകൾക്ക് പ്രീമിയം വാല്യൂഷൻ ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാം, ബ്രസീൽ ഇഫക്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് ബ്രസീൽ ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? കാരണം ബ്രസീലാണ് ലോകത്തെ ഏറ്റവും വലിയ ഷുഗർ പ്രൊഡ്യൂസർ, 23% ഷെയറോടെ. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ഇന്ത്യയാണ് 19%. അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാം, ഇപ്പൊ ബ്രസീലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഗ്ലോബൽ ഷുഗർ സപ്ലൈ ഇവിടെ ടൈറ്റ് ആവും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇന്റർനാഷണൽ പ്രൈസ് ഇവിടെ കൂടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇന്ത്യൻ മില്ലുകളിൽ എക്സ്പോർട്ടിൽ നിന്ന് കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ സാധിക്കുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്സിൽ ഒരു റാലി ഇവിടെ തുടങ്ങും. അപ്പൊ ഇത് നമുക്ക് 2 എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ 2021 കേസ് പറയാം ആദ്യം. ഇപ്പൊ ബ്രസീലില് 2021 വലിയ വരൾച്ച ഉണ്ടായി, അതുപോലെ മഞ്ഞും. അപ്പൊ വളരെ ഒരു റെയർ കോമ്പിനേഷൻ ആണല്ലേ. വിളകളിലെല്ലാം ഇത് ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സപ്ലൈ ഇവിടെ ടൈറ്റ് ആയി. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്കിൽ ഇവിടെ റാലി കണ്ടു. ഇനിയിപ്പം 2024 കേസ് പറയുകയാണെങ്കിൽ 2024 ബ്രസീലിൽ കാട്ടുതീ ഉണ്ടായി, പ്രത്യേകിച്ച് സൗ പോളോ റീജിയനിൽ. അപ്പൊ ഇത് വീണ്ടും സപ്ലൈ ഇവിടെ ടൈറ്റ് ആക്കി. അപ്പൊ ഇവിടുത്തെ ലെസൺ എന്താണ്? ഷുഗർ സ്റ്റോക്സിന് ജസ്റ്റ് ഡൊമസ്റ്റിക് സ്റ്റോറി മാത്രമല്ല ഉള്ളത്, ബ്രസീലിലെ കാലാവസ്ഥയും ഇവിടെ ഒരു മെയിൻ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ബ്രസീലിലെ ക്രോപ്പ് അതിൽ വെതർ അപ്ഡേറ്റ്സ് ഇവിടെ ട്രാക്ക് ചെയ്യണം. കാരണം അവിടെ ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റോക്സ് പെട്ടെന്ന് തന്നെ നമുക്ക് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയാണ് ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ നിലവിൽ ഏത് ഫേസിലാണ് ഉള്ളത് നമുക്ക് എങ്ങനെ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക? അപ്പൊ അതിനു മുന്നേ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. പി റേഷ്യോ യൂസ് ചെയ്തിട്ട് ഷുഗർ സ്റ്റോക്സിന് ഇവാലുവേറ്റ് ചെയ്യരുത് നിങ്ങൾ. ഇത് പല പുതിയ ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. അപ്പൊ സൈക്ലിക്കൽ സ്റ്റോക്കില് പി റേഷ്യോ മിസ്ലീഡിംഗ് ആണ്. അപ്പൊ ഇതിന് കാരണം എന്താണ്? ഷുഗർ കമ്പനികൾ നല്ല ഫേസിലുള്ളപ്പോൾ, അതുപോലെ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ പി റേഷ്യോ കുറവായിട്ട് ഇവിടെ കാണാം. അതുപോലെ കമ്പനി ഇപ്പോൾ ഒരു തകർച്ച ഘട്ടത്തിലുള്ളപ്പോൾ പി ഒന്നെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ആസ്ട്രോണോമിക്കൽ ആവാം ഇവിടെ. അപ്പം ഇത് സാധാരണ തോന്നുന്നതിന്റെ വിപരീതമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇങ്ങനെയാണ് സൈക്ലിക്കൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഒരു ചോദ്യം വന്നിട്ടുണ്ടാവും, അങ്ങനെയെങ്കിൽ പിന്നെ സൈക്ലിക്കൽ സ്റ്റോക്സിൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് അല്ലേ? ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ EV/EBITDA, അതായത് എന്റർപ്രൈസ് വാല്യൂ ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ വെച്ച് നോക്കുമ്പോൾ കമ്പനി എത്രമാത്രം പ്രോഫിറ്റ് നേടുന്നുണ്ടെന്നാണ്. ഇപ്പൊ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രീസിന് ഇതൊരു ബെറ്റർ മെട്രിക് ആണ്. ഇനി അടുത്ത് വരുന്നത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഇപ്പൊ സൈക്ലിക്കൽ കമ്പനീസിൽ സൈക്കിൾ ബോട്ടം സ്റ്റേജിൽ വരുമ്പോൾ അവരുടെ ഷെയർ പ്രൈസ് പൊതുവെ ബുക്ക് വാല്യൂവിന്റെ അടുത്താണ് ട്രേഡ് ചെയ്യാം. സോ നമുക്ക് ചീപ്പായിട്ട് കിട്ടാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇനി അടുത്ത് വരുന്നത് EB/ടൺ ഓഫ് കപ്പാസിറ്റി ആണ്. ഇപ്പൊ ഷുഗർ മില്ലിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? അതായത് പുതിയതായിട്ട് ഒരു മില്ല് ഉണ്ടാക്കിയെടുക്കാൻ എത്രയാവും? ഇപ്പം മാർക്കറ്റിൽ കമ്പനിയുടെ വാല്യൂഷൻ അതിലും കുറവാണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആയിരിക്കും. ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ്. അപ്പൊ കമ്പനിക്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ ഒരു ഡെറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം ഇപ്പൊ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ, ക്യാഷ് വരുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഇനി അടുത്ത് ടേൺ അറൌണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഷുഗർ കെയിൻ അരിയസ് ക്ലിയർ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എത്തനോൾ റവന്യൂ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കുക. അപ്പൊ ഇതെല്ലാം ബാലൻസ് ഷീറ്റ് അതിൽ ഏർണിംഗ് ക്വാളിറ്റി ഇവിടെ ഇംപ്രൂവ് ആവുന്നുണ്ടതിന്റെ സിഗ്നൽസ് ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് സൈക്ലിക്കൽ സ്റ്റോക്സിൽ ബൈ ആൻഡ് ഹോൾഡ് അപ്രോച്ച് വർക്ക് ആകില്ല എന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സൈക്കിൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ പീക്ക് സൈക്കിളിന്റെ അടുത്ത് ചില കോമൺ സിഗ്നൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ ആദ്യത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ സ്ട്രെച്ച് ആവും. അപ്പൊ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഹിസ്റ്റോറിക്കൽ റേഞ്ചിനേക്കാളും ഒരുപാട് മുകളിൽ പോകുമ്പോൾ അത് ഓവർ ഹീറ്റിംഗിന്റെ സിഗ്നൽ ആണ് ഇവിടെ വരുന്നത്. ഇനി രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ യുഫോറിയ ഇൻ ന്യൂസ് ഫ്ലോസ്. ഇപ്പം എല്ലാ ന്യൂസ് ചാനലിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഷുഗർ സ്റ്റോക്സിനെ പറ്റി പോസിറ്റീവ് ന്യൂസ് വരുമ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഫുൾ ഒപ്റ്റിമിസം പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ സിഗ്നൽ റെക്കോർഡ് പ്രൊഡക്ഷൻ ഹെഡ്ലൈൻസ് ആണ്. അപ്പൊ ഇത്രയും പ്രൊഡക്ഷൻ റെക്കോർഡായി എന്നൊക്കെ ന്യൂസ് വരുമ്പോൾ അത് ഭാവിയിൽ ഓവർ സപ്ലൈ റിസ്ക് ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നാലാമത്തെ സിഗ്നൽ വരുന്ന എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ ഇമ്പോസ് ചെയ്യുമ്പോഴാണ്. ഇപ്പം ഡൊമസ്റ്റിക് സപ്ലൈ അതുപോലെ ഇൻഫ്ലേഷൻ വരുമ്പോൾ ഗവൺമെന്റ് എക്സ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യാം അവിടെ. ഇനി അടുത്ത സിഗ്നൽ, ഇപ്പൊ അടുത്ത സീസണിൽ ഫാമേഴ്സ് കൂടുതൽ ഏരിയയിൽ ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്ന ന്യൂസ് വന്നാൽ ഭാവിയിൽ സപ്ലൈ ഇവിടെ കൂടും. അപ്പൊ സപ്ലൈ കൂടിയ പ്രൈസിൽ ഇവിടെ പ്രഷർ വരാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഇവിടെ കുറയാം. ഇനി എങ്ങനെ ബോട്ടം നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം പറഞ്ഞ സിഗ്നൽസിന്റെ റിവേഴ്സ് സംഭവിക്കുമ്പോഴാണ് ബോട്ടം വരുന്നത്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ സൈക്കിൾ ലോവർ സോൺ അല്ലെങ്കിൽ ബോട്ടം ഫേസിന്റെ അടുത്താണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷുഗർ കമ്പനീസ് നമുക്ക് നോക്കാം. അപ്പൊ 40-ലധികം ഷുഗർ കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 2500 കോടിയിലധികം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം ഈ ഒരു കമ്പനികൾക്ക് ഒരു ഡീസന്റ് സ്റ്റെബിലിറ്റിയും അതുപോലെ ലിക്വിഡിറ്റിയും ഉണ്ടാവും.
അപ്പൊ ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി വരുന്നത് EID Parry ആണ്. അപ്പൊ ഇവിടെ ഷുഗർ ഏകദേശം 10.5% റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ബൽറാംപൂർ ചീനിയാണ്. അപ്പൊ ഇവിടെ ഷുഗർ ഷെയർ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലപോലെ കൂടുതലാണ്, ഏകദേശം വരുന്ന 68% ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പനികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഓരോ ഇവന്റും ഷുഗർ സ്റ്റോക്സിന്റെ പ്രൈസിനെ ബാധിക്കുന്നതെന്ന്. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ബൽറാംപൂർ ചീനിയുടെ മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ 2004-2006 സ്റ്റോക്ക് ഒരു സ്ട്രോങ് റാലി കണ്ടിരുന്നു. ഇപ്പൊ ബ്രസീലിലെ എത്തനോൾ എക്സ്പാൻഷൻ കാരണം ഗ്ലോബൽ സപ്ലൈ ടൈറ്റ് ആയി, അതുപോലെ ഇവിടെ മില്ലുകൾക്ക് മെച്ചം ഇവിടെ ഉണ്ടായി. അതിനുശേഷം പ്രോഫിറ്റ് പീക്കിലെത്തിയപ്പോൾ പ്രൊഡക്ഷൻ ഇവിടെ കൂടി. പക്ഷേ ഹൈ SIP അതുപോലെ തന്നെ ഓവർ സപ്ലൈ കാരണം ഷുഗർ പ്രൈസ് ഇവിടെ ഇടിഞ്ഞു. അതിൽ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. 2013 ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ കണ്ടായിരുന്നു. സർപ്ലസ് പ്രൊഡക്ഷൻ, ഹൈ SIP അതുപോലെ കെയിൻ അരിയേഴ്സ് കാരണം പെർഫോമൻസ് വീക്കായി. ഇപ്പൊ 2016 റിക്കവറി തുടങ്ങി, പക്ഷെ അരിയർ ഇഷ്യൂസ് കാരണം മൊമെന്റം നിലനിന്നില്ല ഇവിടെ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020-21 കമ്പനിക്ക് വലിയൊരു അനുകൂല സാഹചര്യം ഇവിടെ ഉണ്ടായി. എത്തനോൾ പോളിസി പുഷും അതുപോലെ ബ്രസീൽ ഡ്രോട്ട് കാരണം സ്ട്രോങ് റാലി ഇവിടെ നടന്നു. അതുപോലെ 2024 എക്സ്പോർട്ട് അതുപോലെ എത്തനോൾ ബൂം കാരണം ഏർണിംഗ് പീക്ക് എത്തിയപ്പോൾ സൈക്കിൾ ഇവിടെ വീണ്ടും തിരിഞ്ഞു. അപ്പോൾ സ്റ്റോക്കിൽ നമ്മളിവിടെ കറക്ഷൻ കണ്ടു. ഇതുവരെ നമ്മൾ ഇവിടെ കണ്ടത് ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് എങ്ങനെയാണ് സ്റ്റോക്ക് പ്രൈസിന് മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇവന്റ്സ് എങ്ങനെയാണ് കമ്പനിയുടെ ഫണ്ടമെന്റൽസിനെ ബാധിക്കുന്നതെന്നാണ്. അതായത് സെയിൽസ്, മാർജിൻ അതുപോലെ വാല്യൂഷൻ ഒക്കെ ലാസ്റ്റ് സ്റ്റോക്ക് പ്രൈസിൽ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട മെട്രിക് ആണ് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. അപ്പൊ പൊതുവെ PB 4x അടുത്ത് എത്തുമ്പോഴാണ് അത് സൂചിപ്പിക്കുന്നത് സൈക്കിൾ പീക്ക് സോണിന്റെ അടുത്താവാ എന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ത്രിവേണി എഞ്ചിനീയറിംഗിന്റെ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അപ്പൊ ഇവിടെ PB 4x അടുത്ത് എത്തിയാൽ അതൊരു പീക്ക് സിഗ്നൽ ആയിരിക്കും എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം വേറെ ഷുഗർ കമ്പനീസിൽ നമ്മൾ നോക്കിയാലും നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഒരു മെട്രിക് മാത്രം നോക്കിയിട്ട് ഇപ്പൊ ഒരു സൈക്കിളിന്റെ പീക്ക് അല്ലെങ്കിൽ ബോട്ടം ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. അപ്പൊ നിങ്ങൾ പല ഇൻഡിക്കേറ്റേഴ്സ് ഒന്നിച്ച് ഇവിടെ ട്രാക്ക് ചെയ്യണം. അപ്പം നിങ്ങളിവിടെ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് മെട്രിക് ആണ് ഷുഗർ റിക്കവറി റേറ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൽ നിന്ന് എത്ര % ഷുഗർ ആണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇത് പിയർ കമ്പാരിസൺ യൂസ്ഫുൾ ആണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EID Parry 11.9%, ത്രിവേണി 10.6%, ബൽറാംപൂർ ചീനി 8.6% ആണ്. സോ ഇവിടുത്തെ കൺക്ലൂഷൻ ഇതാണ്, ഷുഗർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പ്യൂർലി സൈക്ലിക്കൽ സെക്ടർ ആണ്. അപ്പൊ ഇവിടെ പ്രൈസ്, പ്രൊഡക്ഷൻ അതിൽ പോളിസീസ് എല്ലാം ഒന്നിച്ച് സൈക്കിൾ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഈ ഒരു സെക്ടർ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് കമ്പനി മാത്രം ട്രാക്ക് ചെയ്താൽ പോരാ. നമ്മളിവിടെ ഗ്ലോബൽ ഫാക്ടേഴ്സ്, ഗവൺമെന്റ് ഡിസിഷൻ അതുപോലെ സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സും ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇനി നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ഫേവറേറ്റ് ഷുഗർ സ്റ്റോക്ക് കമന്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്കും കൂടി താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും നമുക്ക് വാല്യുബിൾ ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.